ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ഓണനാളുകളിലെ തിയേറ്ററുകളിലേക്ക് എത്തി വൻ തരംഗമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന 12 ദിവസങ്ങൾ തിയേറ്ററുകളിൽ പിന്നിട്ട കിഷ്കിന്ധകാണ്ഡം ARM എന്നീ സിനിമകളുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് നേട്ടങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഒരു സമയത്തെല്ലാം തന്നെ ആസിഫ് അലി സിനിമയെല്ലാം തന്നെ പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടിയെടുത്താൽ പോലും 20 കോടിയും 30 കോടി രൂപ പോലും ഫൈനൽ കളക്ഷൻ നേടിയെടുക്കില്ല എന്ന് പറഞ്ഞ ആ ഒരു അവസ്ഥയിൽ നിന്നും ഇപ്പോഴത്തെ ആസിഫ് അലി തന്റെ കരിയറിലെ ആദ്യത്തെ 50 കോടി കളക്ഷൻ നേടിയെടുക്കുന്ന ദിവസത്തിലേക്ക് ഇന്നെത്തിയിരിക്കുകയാണ്. കിഷ്കിന്ധകാണ്ഡം എന്ന സിനിമ 50 കോടി വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പിന്നിടുകയാണ്. ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ പല സിനിമകളുടെയും ഫൈനൽ കളക്ഷൻ മറികടന്ന കിഷ്കിന്ധകാണ്ഡം എന്ന സിനിമ ഇപ്പോഴത്തെ പല നടന്മാരുടെയും കരിയർ ബെസ്റ്റ് കളക്ഷൻ കൂടി മറികടന്നിരിക്കുന്നു എന്നതാണ് പ്രത്യേകം എടുത്തു പറയാനായിട്ടുള്ളത്. അതിൽ തന്നെ ജയറാമിന്റെ ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ അബ്രഹാം ഓസ്ലർ ആണല്ലോ ജയറാമിന്റെ കരിയർ ബെസ്റ്റ് കളക്ഷൻ നേടിയെടുത്ത സിനിമ. ചിത്രത്തിന്റെ ഫൈനൽ കളക്ഷനായ 40 കോടിയിലധികം കളക്ഷൻ. ഒപ്പം തന്നെ സുരേഷ് ഗോപിയുടെ കരിയർ ബെസ്റ്റ് കളക്ഷനായ പാപ്പന്റെ 30 കോടി ഫൈനൽ കളക്ഷൻ എല്ലാം തന്നെ ഇപ്പോഴത്തെ ആസിഫ് അലി തന്റെ ഏറ്റവും പുതിയ സിനിമയിലൂടെ മറികടന്നിരിക്കുകയാണ്. ആസിഫിനേക്കാൾ സീനിയർ എന്ന് പറയാവുന്ന ജയസൂര്യ, കുഞ്ചാക്കോ ബോബൻ തുടങ്ങിയ നടന്മാരുടെയും ഫൈനൽ കളക്ഷൻ എല്ലാം തന്നെ ആസിഫ് അലി മറികടന്നിരിക്കുകയാണ്. ഇപ്പോൾ 50 കോടിയിലേക്ക് കളക്ഷൻ എത്തിയ കിഷ്കിന്ധകാണ്ഡം അടുത്ത ദിവസങ്ങളിൽ തന്നെ ദിലീപിന്റെയും ഉണ്ണി മുകുന്ദന്റെയും പ്രണവ് മോഹൻലാലിന്റെ എല്ലാം തന്നെ കരിയർ ബെസ്റ്റ് കളക്ഷനും മറികടക്കും. കാത്തിരിക്കൂ, അവയെല്ലാം തന്നെ ആ നേട്ടങ്ങളെല്ലാം തന്നെ അറിയാനായിട്ട്. ഇനി ടൊവിനോയുടെ അജയന്റെ രണ്ടാം മോഷണം സിനിമയുടെ നേട്ടങ്ങളിലേക്കും അതിനു മുന്നേ തന്നെ ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്കും വരികയാണെങ്കിൽ ഇന്ന് 12ാം ദിവസത്തെ കളക്ഷനോടെ കേരളത്തിൽ സിനിമ 40 കോടി കളക്ഷൻ പിന്നിടുകയാണ്. വൈകാതെ 50 കോടി സിനിമ കേരളത്തിൽ മാത്രം കളക്ഷൻ നേടിയെടുക്കുമെന്നും ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. മലയാളത്തിലെ പല പ്രമുഖർക്കും ഇനിയും 50 കോടി കളക്ഷൻ കേരളത്തിൽ മാത്രം നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ആ നേട്ടത്തിലേക്കാണ് ഇപ്പോഴത്തെ ടൊവിനോയുടെ ARM എന്ന സിനിമ എത്താനായിട്ട് ഒരുങ്ങുന്നത്. ആ നേട്ടത്തിന്റെ വാർത്ത അടുത്ത ദിവസങ്ങളിൽ പ്രേക്ഷകരെ അറിയാനായിട്ട് കാത്തിരിക്കൂ. ഇതിനിടയിൽ 70 കോടി വേൾഡ് വൈഡ് കളക്ഷൻ സിനിമ പിന്നിടുന്നതോടെ 2024 വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ 2 മമ്മൂട്ടി സിനിമകളിൽ ഒരു മമ്മൂട്ടി സിനിമയുടെ ഫൈനൽ കളക്ഷൻ മറികടന്നിരിക്കുകയാണ്. മറ്റൊരു സിനിമയുടെ ഫൈനൽ കളക്ഷൻ ഇന്നതല്ലെങ്കിൽ നാളെ മറികടക്കാനായിട്ട് ഒരുങ്ങുകയാണ്. ബ്രഹ്മയുഗത്തിന്റെ 58 കോടി ഫൈനൽ കളക്ഷനാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ARM മറികടന്നിരിക്കുന്നത്. ഇനി 72-73 കോടി റേഞ്ചിലേക്ക് ARM കളക്ഷൻ എത്തുന്നതോടെ ഈ വർഷത്തിലെ ഏറ്റവും ഉയർന്ന മമ്മൂട്ടി സിനിമയുടെ ഫൈനൽ കളക്ഷൻ നേടിയെടുത്ത ടർബോ എന്ന മാസ് കൊമേഴ്ഷ്യൽ മെഗാ എന്റർടൈനർ സിനിമയുടെ ഫൈനൽ കളക്ഷനായ 72 കോടിയും ARM മറികടക്കുന്നതാണ്. ഇതിനോടകം തന്നെ ടർബോയുടെ ഫൈനൽ കേരള കളക്ഷൻ 36 കോടിയിലധികം കളക്ഷനും ARM മറികടന്നിരിക്കുകയാണ്. അപ്പോൾ കാത്തിരിക്കൂ, അജയന്റെ രണ്ടാം മോഷണം കൂടുതൽ ഇതുപോലുള്ള ബോക്സ് ഓഫീസ് നേട്ടങ്ങൾക്കായിട്ട്.